ഭയമില്ലാതെ ഈ വഴികളിലൂടെ നടക്കാൻ കഴിഞ്ഞിരുന്ന ഒരു കാലം ഇവർക്ക് ഓർമ്മയിലില്ല. കൊള്ളക്കാരുടെയും കള്ളന്മാരുടെയും വിഹാര കേന്ദ്രമായിരുന്ന ഒരു പ്രദേശം. പകൽ വെളിച്ചത്തിൽ പോലും ഇതിലെ ഒന്ന് നടന്നു പോകാൻ ആളുകൾ ഭയന്നിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങളോ അക്ഷര വെളിച്ചമോ കടന്നു ചെല്ലാത്ത ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ വീണുപോയ ഒരു ജനത ഇവിടെ ജീവിച്ചിരുന്നു. ചോര നീരാക്കി മണ്ണിൽ പണിയെടുക്കുന്ന കർഷകർ. എന്നാൽ അവരുടെ വിയർപ്പിൻ്റെ വില മുഴുവൻ കഴുകന്മാരെ പോലെ ഇടനിലക്കാർ ചൂഷണം ചെയ്തു കൊണ്ടുപോയി. ഒരു നേരത്തെ വിശപ്പടക്കാൻ പോലും വകയില്ലാതെ കളിച്ചു വളരേണ്ട പ്രായത്തിൽ സ്വന്തം മക്കളെ പാടവരമ്പത്തേക്കും പീഡിക തിണ്ണകളിലേക്കും പണിക്കയക്കാൻ നിർബന്ധിതരായ മാതാപിതാക്കളുടെ കണ്ണുനീർ ഈ മണ്ണിൽ വീണലിഞ്ഞു. അതിലും ഹൃദയഭേദകമായിരുന്നു ഈ കൂരകളിലെ പെൺകുട്ടികളുടെ അവസ്ഥ. വിവാഹം കഴിപ്പിച്ചയക്കാൻ പണമില്ലാത്തതിൻ്റെ പേരിൽ സ്വന്തം പെൺമക്കളോട് ഒളിച്ചോടി പോകാൻ പറയേണ്ടി വന്ന നിസ്സഹായരായ രക്ഷിതാക്കൾ. ദാരിദ്ര്യവും വിശപ്പും ഒരു നാടിൻ്റെ ധാർമ്മികതയെപ്പോലും കാർന്നു തിന്നിരുന്നു. പ്രതീക്ഷകൾ പൂർണ്ണമായും അസ്തമിച്ച ഒരു ജനത. ഈ സങ്കടങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ നീറിയത് അനാഥ മക്കളുടെ കണ്ണുനീരായിരുന്നു. ഉമ്മയും ഉപ്പയും നഷ്ടപ്പെട്ട് തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട അനാഥ ജന്മങ്ങൾ. കുടുംബത്തിൻ്റെ അത്താണിയായിരുന്ന ഉപ്പ മരിച്ചതോടെ മറ്റൊരു ജീവിതം തേടിപ്പോകുന്ന ഉമ്മമാർക്ക് ബാധ്യതയായി മാറിയ കുരുന്നുകൾ. യത്തീമായതിൻ്റെ പേരിൽ നാളെ തങ്ങൾക്കൊരു ബാധ്യതയാകുമോ എന്ന് ഭയന്ന് സ്വന്തം കുടുംബക്കാർ പോലും ഒഴിവാക്കിയ പെൺകുട്ടികൾ. ആ കൂരിരുട്ടിലേക്കാണ് ഒരു പ്രതീക്ഷയുടെ വെളിച്ചം കടന്നു വന്നത്. ത്വയ്ബ ഗാർഡൻ. അതൊരു വെറുമൊരു കെട്ടിടമായിരുന്നില്ല, മറിച്ച് ഈ ജനതയുടെ അതിജീവനത്തിൻ്റെ തുടക്കമായിരുന്നു. പണിയെടുക്കാൻ നിർബന്ധിതരായ കുരുന്നുകളുടെ കൈകളിൽ പാഠപുസ്തകം വെച്ചുകൊടുത്തു. ഒളിച്ചോട്ടം വിധിയാണെന്ന് കരുതിയ പെൺകുട്ടികളെ ചേർത്ത് പിടിച്ച് അവർക്ക് സ്വയം തൊഴിലും വിദ്യാഭ്യാസവും നൽകി. ബാധ്യതയാണെന്ന് കരുതി വലിച്ചെറിയപ്പെട്ട അനാഥർക്ക് ഇവിടെ സ്നേഹത്തിൻ്റെ ഒരു തണലൊരുങ്ങി. അങ്ങനെ ഒന്നിനും വകയില്ലാതെ 3 നേരം ഭക്ഷണം കിട്ടുമല്ലോ എന്ന് കരുതി കണ്ണീരോടെ മക്കളെ ഉമ്മമാർ ത്വയ്ബയിലേക്ക് അയക്കാൻ തുടങ്ങി. അക്ഷരങ്ങളുടെയും സ്നേഹത്തിൻ്റെയും പുതിയ ലോകത്തേക്ക് ത്വയ്ബ ഗാർഡൻ ഈ ഗ്രാമത്തെ കൈപിടിച്ചു നടത്തി. കള്ളന്മാരുടെ താവളമായിരുന്ന ഈ നാട് ഇന്ന് വിജ്ഞാനത്തിൻ്റെ പൂന്തോട്ടമായി മാറി. അന്ന് നാം കണ്ട ആ ദയനീയ അവസ്ഥയിൽ നിന്ന് സ്വന്തം കാലിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാൻ കഴിഞ്ഞു എന്നതാണ് ത്വയ്ബയുടെ ഏറ്റവും വലിയ വിജയം. കാലം ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു. കണ്ണീരിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും ആ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നടന്നു കയറിയ ഒരു നാടിൻ്റെ ആകെ ഉയിർത്തെഴുന്നേൽപ്പാണ് ഈ സ്ഥാപനം. ആ മാറ്റത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ 14 വർഷങ്ങൾ ഇന്നേക്ക് പൂർത്തിയാവുകയാണ്. കടന്നു വന്ന വഴികളിലെ മുറിവുകൾ കരുത്താക്കി ഈ നാടിൻ്റെ നന്മയ്ക്കായി അവരെ ചേർത്തു പിടിക്കാൻ ഇനിയും ഏറെ ദൂരം മുന്നോട്ടു പോകാനുണ്ട്.